ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇപ്പൊ അറിയാൻ സാധിച്ച ബിഗ് ബോസിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം ഇടിയും വഴക്കൊന്നുമല്ല. ഇപ്പൊ അവിടെ നടക്കുന്നത് ദുർമന്ത്രവാദമാണ്. ഞാൻ വെറുതെ പറഞ്ഞില്ല, ഈ വലിയ ടെലിവിഷനിൽ വരുന്ന പ്രോഗ്രാമിൽ ഇപ്പൊ നടക്കുന്നത് മൊട്ടക്കൂടത്രവും കണ്ണു ഒച്ചയൊക്കെ അടിച്ചു പോകാൻ പ്രാവുന്നു. ഇതൊക്കെ ഇപ്പൊ ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സത്യം പറഞ്ഞ ഒരു ബിഗ് ബോസ് അല്ല, അതൊരു ദുർഗുണ പാഠശാലയാണ്. കുറെ വൃത്തികെട്ട മനുഷ്യരെ ഒരു വീട്ടിൽ കൊണ്ടിട്ടതും പോലെ അവരുടെ കോമാളിത്തരമല്ല ലോകം മൊത്തം കാണിക്കുകയും ചെയ്യും. അതാണ് ബിഗ് ബോസ്. എന്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ എല്ലാത്തിനും കൂടെ തല്ലിറക്കി വിട്ടാൽ ആ വീട് വല്ല വാടകയ്ക്ക് വല്ലതും കൊടുക്കണം. വല്ല നല്ല മനുഷ്യരും വന്ന് ജീവിച്ചേനെ, വാടകയും കിട്ടിയേനെ. കേട്ടിട്ടുണ്ടോ ഈ പാട്ട്? കേട്ടിട്ടുണ്ട് ബിഗ് ബോസ്. ഇനി പറയൂ, കൂടെ ആരെയാണ് വേണ്ടത്? ഗബ്രി, വേറെ ആരുമില്ല ബിഗ് ബോസ്. 4-5 ചെറുക്കന്മാരേ ഉള്ളൂ. ആ നാണം കൊണ്ടോ? ലാലേട്ടനെ കിട്ടുമോ ബിഗ് ബോസ്? ബിഗ് ബോസ് ആരാ, മാമയോ? കഴിഞ്ഞ സീസണുകൾ വരെ എല്ലാവരും വളരെ ബഹുമാനത്തോടായിരുന്നു ബിഗ് ബോസിനോട് പെരുമാറിക്കൊണ്ടിരുന്നത്. ഈ സീസണിലോ സെറ്റാക്കി തരുവോ ബിഗ് ബോസ്? ലാലേട്ടനെ കിട്ടുവോ? ഗബ്രി എങ്കിൽ ഗബ്രി. ബിഗ് ബോസ് കൊണ്ടുപോ. ഗബ്രി എങ്കിൽ ഗബ്രി. ഒരു മനുഷ്യനെങ്കിലും ആ പാവത്തിനെ ഒന്ന് അംഗീകരിക്കടാ. അതൊരു ജീവനല്ലയോ, അതൊരു കുരുന്ന് ജീവനല്ലയോടാ. അതിനോട് കാണിക്കണ്ടടാ നീതി മര്യാദയൊക്കെ. ഭൂമിയിലൊന്നും അല്ല ജനിച്ച് വീണില്ലയോടാ നമ്മുടെ കൂടെ. പക്ഷെ പുള്ളിയുടെ വിചാരം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ പത്മശ്രീ കിട്ടുമെന്ന. പത്മശ്രീ ഗബ്രി. അയ്യോ, ബിഗ് ബോസിലെ ഇണക്കുരുവികൾ പിണങ്ങിയോ? അയ്യോ, എന്റെ തല വെട്ടി പൊളക്കുന്നുണ്ട്. ഞാനിനി എന്ത് പറയും, എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്ക് ഒരു ഐഡിയ എനിക്കില്ല. അതെ, ഇനി ഒരിറ്റ അങ്ങോട്ട് നീ കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും. വൻ സ്ഫോടനം തന്നെ അവിടെ സംഭവിക്കുമെന്നാണ് പറയുന്നത്. ഇനി സംഭവിച്ചാലും ഭൂമി കറങ്ങും, ഇല്ലേലും ഭൂമി കറങ്ങും. നീ ചെയ്യുന്നില്ലേ, നീ ചെയ്തോ. ഇതിന്റെ റിയാക്ഷനായിട്ട് എൻ്റെ അടുത്തുനിന്ന് വരാൻ പോണത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമായിരിക്കും. നീ എന്താന്ന് വെച്ചാൽ കാണിക്കടാ. അയ്യേ, എടാ ഇവനായിട്ട് ഞാൻ ജനിച്ചായിരുന്നെങ്കിൽ ഞാൻ ജനന്റെ ദിവസം തന്നെ ആത്മഹത്യ ചെയ്തേനെ. നാളക്കേടെ എന്തോ ഗെയിമിന്റെ ഭാഗമെന്ന് പറഞ്ഞാൽ ഇതിന്ന് 50 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും ഈ പരിപാടിക്ക് ഇറങ്ങല്ലോ കേട്ടോ. നാണം കെട്ട് നാശപ്പെടും. വേണ്ട, നമുക്ക് ആർക്കും വേണ്ട. ഇങ്ങനെ കോമളയായിട്ട് കിട്ടുന്ന പൈസ നമ്മൾ ഏത്തക്കാൻ മേടിച്ച് തിന്നണ്ട. എനിക്കിപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട്. എല്ലാരും വന്നിട്ട് നീ റിയൽ അല്ല, നീ ഫേക്കാ, നിന്നെ പോലെ ഫേക്ക് ഒരാളെ ഞാൻ കണ്ടിട്ടില്ല, നീ ഇരട്ടത്താപ്പാ. എന്തോ ഇരട്ടത്താപ്പ്? പിന്നെ എന്തിനാ ബിഗ് ബോസിലോട്ട് ഓടി വന്നേക്കുന്നത്? എല്ലാവരുടെ സത്യസന്ധത കാണാനോ, അവിടെയുള്ള എല്ലാവരുടെ സത്യസന്ധത വീക്ഷിച്ചറിയാനോ? ബിഗ് ബോസ് ഈസ് ഓൾ അബൌട്ട് എ ഗെയിം. അതിനകത്ത് ആരും സത്യസന്ധത നേടരുത്, ആരും സത്യസന്ധത നേടരുത്. എന്തായാലും സത്യസന്ധതയൊന്നും അല്ല ബിഗ് ബോസിലോട്ട് പോകാൻ നേരം വേണ്ടത്. ഇനി അടുത്ത സീസൺ തൊട്ട് പോകുന്നവർ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഗബ്രിയേക്കോട്ടാവരുത്. Not small രീതിയിലേക്ക്. My whole life power and prayers I'm crushing that. ഒരു മിനിറ്റ് ഞാൻ കണ്ടില്ല, എന്റെ പെടലി വേദന. Everyone will suffer what and not small രീതിയിലേക്ക്. My whole life power and prayers I'm crushing that. Voice has to go. ഒന്ന് ജാൻ. I want to see that voice should go. Whole life should. എനിക്കറിയത്തില്ല ഈ ബ്രാക്ക് ആർക്കാ കിട്ടിയെന്ന്, അവരുടെ ഫ്യൂച്ചർ എന്തോ ആവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം, എനിക്ക് എന്റെ ഫ്യൂച്ചർ എന്തോ ആവുന്ന നല്ല പേടിയുണ്ട്. ലൈഫിൽ നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് അറിഞ്ഞായിരുന്നു എന്ത് ക്ലാരിറ്റി കിട്ടിയാനെ. ആരെ കല്യാണം കഴിക്കുക, റിലേഷൻഷിപ്പ്, അങ്ങനെ ആയിരുന്നു ലൈഫ് ഈസി. അങ്ങനെ ഞാൻ കുറച്ച് ക്യൂരിയസ് ആയി. എന്നിട്ട് ഞാൻ ആസ്ട്രോടോക്ക് ഡൗൺലോഡ് ചെയ്തു. ഇതൊരു റിവ്യൂ ആയിട്ട് ഞാൻ പറയുമല്ല. അപ്പൊ സംഭവിച്ച ഒരു ഷോക്കിംഗ് ഇൻസിഡന്റ് എന്തോന്ന് പറഞ്ഞാൽ, പല്ലവി ഗുരു, ഒരു ആസ്ട്രോളജർ, ഡേറ്റ് ഓഫ് ബർത്തും ടൈമും ഇങ്ങോട്ട് ചോദിച്ചിട്ട് പറഞ്ഞു ഞാൻ സോഷ്യൽ മീഡിയ വർക്ക് ചെയ്യുന്ന ആളല്ലേ. നമ്പർ പിക്ചർ പോലും ഷെയർ ചെയ്താ പറഞ്ഞത്. 2024 കരിയർ, ഹെൽത്ത്, അതിനെ കുറിച്ചൊക്കെ ഞാൻ ചോദിച്ചു. കുറച്ച് പേഴ്സണൽ ആയിട്ട് റിലേഷൻഷിപ്പിനെ കുറിച്ചും ചോദിച്ചു. ആ പറഞ്ഞതെല്ലാം ട്രൂ ആയിരുന്നു. റിലേഷൻഷിപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യും. ആൾക്കാരൊക്കെ ആണെങ്കിൽ 30 to 40 ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നിട്ട് അതിൽ ഒരെണ്ണം പോലും അവർക്ക് ജോബായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാതൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ അവർ എപ്പോഴാണ് സെറ്റിൽ ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റിയാലോ. ഇതുപോലത്തെ ഡൗട്ട്, പ്രോബ്ലംസും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആസ്ട്രോടോക്കിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരാം. ഫസ്റ്റ് ചാറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും ഡിസ്ക്രിപ്ഷനിൽ നിന്ന് കയറി കഴിഞ്ഞാൽ. I want to see that voice should go. അയ്യേ, ഇങ്ങനെയുള്ള സാധനത്തിനൊക്കെയാണ് ബിഗ് ബോസ് വിളിച്ചോണ്ട് വന്നത്. കുറച്ചുകൂടെ ബോധം യുക്തി ഉണ്ടായിരുന്നെങ്കിൽ വിവരക്കേടെന്ന് വിളിക്കായിരുന്നു. ഇവളുടെ സൗണ്ട് പോണം, ഇതുപോലെ ഇവളുടെ തൊണ്ട പോണം. കേൾക്കണില്ല, വോയിസ് ഉണ്ടാവില്ല ലൈഫില്. ഇത് എന്തോ ജീവിയാണത്. ഇത് നല്ല ഗബ്രി തന്നെ കേട്ടോ. ഗബ്രിയുടെ ജാസ്മിനെ കുറച്ച് കൊണണ്ടാ പോരെ. ഇതുപോലത്തെ പച്ച വിഷം തുപ്പോലെ എന്റെ ദൈവമേ. സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു മൂർക്കം പാമ്പിനെ വളർത്താൻ തീരുമാനിച്ചാൽ ഇതുപോലൊരു സാധനത്തെ അടുപ്പിക്കരുത്. ഇങ്ങനത്തെ സ്വഭാവമുള്ള ആൾക്കാർ നമ്മൾ എടുത്തോട്ട് അടുക്കാതിരിക്കാൻ ഞാൻ വല്ല വാക്സിൻ വല്ല കുത്തിയാനെ. ജാൻമണിയുടെ മനക്കലിലേക്ക് സ്വാഗതം. ഇപ്പൊ എന്തോ പറഞ്ഞ ഒരു ആക്സിഡന്റ് 2 കാലം ഉണ്ടാവത്തില്ലെന്നോ? ഈ സൾഫ്യൂരിക് ആസിഡ് എന്ത് പറയുന്നത്? വല്ലവരുടെ തന്തയ്ക്ക് വിളിക്കുന്നെങ്കിൽ വിളിച്ചോ, പക്ഷെ ഇങ്ങനെ സംസാരിക്കരുത്. പറയും. എനിക്ക് തന്നെ വേദന. ഹോൾ ലൈഫ് I am not. I am also
ഇവളെ ഈ ഹോൾ ലൈഫ് ഇവളെ ജീവിതത്തിലെ കളയാനല്ലാതെ മേലെ വേണം എനിക്ക്. ഇതങ്ങോട്ട് പറഞ്ഞ് തീർന്ന് നാക്കകത്ത് ഇടുന്നതിന് മുമ്പേ ബിഗ് ബോസ് വിളിക്കണം ഇനി ബാ മോള് ഇറങ്ങി പോന്ന് പറയണമായിരുന്നു. അന്നേക്ക് വിളിച്ചോ, അല്ലെങ്കിൽ നമ്മുടെ റോക്കി ബായ് ചെയ്ത പോലെ മാന്യമായിട്ട് മോണം ഇടിച്ച് പറിച്ചോ. പക്ഷേ ഇങ്ങനെ സംസാരിക്കരുത്. ഞാൻ ഇവിടെ ബലം കൊടുത്തിട്ടില്ല. എന്റെ ലൈഫിലെ ഞാൻ ചെയ്ത ബലം കൊടുക്കണം മൊത്തം. നല്ല സാധനങ്ങൾ കിട്ടുന്ന അതുക്കും മേലെ കിട്ടും. എന്റെ ഈ മനസ്സിലെ ഇടിക്കുവാണ് ഇടിച്ച് ചാ. എന്തിനാ നെഞ്ചത്തിരിക്കുമ്പോ കൈയൊക്കെ പിടിച്ച് മാറ്റാൻ മതി. നിനക്ക് നമ്മുടെ റോക്കി ബായ് വേണമായിരുന്നു. കൊടുക്കും റിപ്കേജ് ഇടി. ഇത് കിട്ടണം. അവരുടെ ചിരി, ആ വോയിസ്, ആ കാലൊക്കെ ഉണ്ടാവില്ല ഈ ജീവിതത്തിൽ. എനിക്കൊരു സംശയമുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് വിചാരിക്കുന്ന ആൾക്കാരെ ദൈവത്തെ വിശ്വസിക്കാറുണ്ടോ? ഇത്രയും സർവേശ്വരനായ ദൈവം ജാൻമണി പറഞ്ഞു കയ്യും കാലും കളയണം, എഴുതിയിട്ടേക്കാം. ജാൻമണി പറഞ്ഞു കണ്ണ് കളഞ്ഞേക്കാം. ഞോറ അവിടെ കണ്ണ് കളയും. ഏതേലും വലിയ ശക്തിയുള്ള ദൈവം ഇതിന് നിൽക്കുവോ? സൂര്യൻ പോയോ, ഞാൻ ഇനി ആരെ നോക്കി പ്രാർത്ഥിക്കും? അയ്യോ, സൂര്യൻ പോയത് അത്ഭുതമൊന്നുമില്ല. അപ്പുറത്തേക്ക് നേരെ നോക്ക്, സൂര്യനൊക്കെ മുണ്ടും പോക്കി ഓടി. അല്ല, നിന്റെ കാര്യം എന്തായി? ഇപ്പൊ തൽക്കാലത്തേക്ക് അങ്ങനെയൊന്നുമില്ല. നീയല്ലേ പറഞ്ഞേ അടുത്ത വർഷം കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ 2 വർഷം ആയല്ലോ, ഇപ്പഴും കെട്ടുന്നില്ലേ? കരിയറിൽ ഫോക്കസ് ചെയ്യാനാ തീരുമാനം. അപ്പൊ കല്യാണം ബിഗ് ബോസ് വരുന്നതിന് മുമ്പ് വേണേ പറയായിരുന്നു ഞാൻ കരിയറിൽ ഫോക്കസ് ചെയ്യുന്ന ആളാന്ന്. പക്ഷെ ബിഗ് ബോസ് വന്നു കഴിഞ്ഞിട്ട് നിന്റെ കരിയർ അങ്ങ് കരിഞ്ഞു. ഞാൻ അടുത്ത വർഷം. റിലേഷൻ വല്ലതും ആയോ? ഇല്ല നമ്മൾ സിംഗിളാ. ബിഗ് ബോസിന് വന്നേ പിന്നെ ഭയങ്കര സിംഗിളാ. കേരളത്തിലെ ജനതകളുടെ അഭിപ്രായം അതാണ്. ബിഗ് ബോസ് വന്നേ പിന്നെ മിക്കവാറും സിംഗിൾ ആവും. ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് മനുഷ്യരാരെങ്കിലും പെണ്ണ് തരും. അല്ല, നീ ഡെയിലി എന്നെ പറ്റി ഓർക്കൂന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ 1 മാസം കൂടുമ്പോഴെങ്കിലും ഓർക്കോ? ആഴ്ചയിൽ 3 പ്രാവശ്യം. എന്തിനാ ഓർക്കാൻ? ആഴ്ചയിൽ 3 പ്രാവശ്യം നീ ഓർക്കുന്ന എന്തിനാ? അതൊന്നും പുറത്തു പറയാൻ പറ്റില്ല. വൃത്തിയോട് പറയാം. ഞാൻ വിളിക്കാൻ വന്ന തെറിയ ഏമ്പക്കമായിട്ട് അങ്ങ് പോട്ട്. ഓളപ്പക്ക് വയ്യ പറഞ്ഞ കാര്യം, ഓളപ്പക്ക് വയ്യ പറഞ്ഞ ആ ദിവസം ഓള് കരഞ്ഞ്. അടുത്ത ദിവസം മേക്കപ്പ് ഇട്ട് ഇവിടെ തുള്ളി കളിക്കുന്നു. അടുത്ത ദിവസം ഫേസ് പിന്നെ എല്ലാ ദിവസവും കരഞ്ഞോണ്ടിരിക്കണം. ബിഗ് ബോസ് വീട്ടിൽ ഒരു നാഗവല്ലി ആവണോ അവൾ? നിന്റെയൊക്കെ അകത്ത് കൊരവള്ളിയാണോ ഇരിക്കുന്നത്, JBLന്റെ ബ്ലൂടൂത്ത് സ്പീക്കറോ? രാവിലെ അങ്ങ് ഓണാക്കി അങ്ങ് ചിലക്കാൻ തുടങ്ങും. ഇവിടെ നിങ്ങൾ ഉപയോഗിക്കുന്ന അടിവസ്ത്രങ്ങളും സാധനങ്ങളും അടക്കം ഒരു പെണ്ണിന്റെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ എടുത്തു വെക്കാൻ പറഞ്ഞു. ചേടാ, ഇപ്പൊ അത് നാശമായോ? എന്തൊരു നാണക്കേടാ. എടുത്തു വെച്ചേക്കുന്ന ഒരു ജെട്ടിയല്ലോ, ടൈം ബോംബൊന്നും അല്ലല്ലോ, പൊട്ടിത്തെറിക്കത്തില്ലല്ലോ. ഇവൻ നോമിനേഷനിൽ വന്ന ഇവൻ തീർന്നു. ഇവരും വരണം കേട്ടോ. ഇവൻ ഇനി നോമിനേഷനിൽ വന്ന ഇവൻ തീർന്നുള്ളത് നിങ്ങൾ എഴുതി വെച്ചോ. ഇപ്രാവശ്യത്തെ ടോട്ടൽ സീൻ പോണ രീതി കണ്ടിട്ടാ ഞാൻ പറയണേ. രതീഷേട്ടൻ ആദ്യത്തെ ആഴ്ച പോയിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് അപ്പൊ ജഡ്ജ്മെന്റ് കുറച്ചുകൂടി ക്ലിയർ ആയിട്ടാ പോണത്. അതെ, വളരെ അധികം ആത്മാർത്ഥമായിട്ടും വളരെയധികം ക്ലാരിറ്റിയോടും കൂടിയാണ് ഇപ്രാവശ്യത്തെ ആൾക്കാരുടെ ജഡ്ജ്മെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഉദാഹരണം, ഷിജോയ്ക്ക് കിട്ടിയ ഇടി ഗബ്രിക്ക് കിട്ടണമെന്നായിരുന്നു ആൾക്കാരുടെ ഒരു ഇത്. അഭിനയിക്കുവാണോന്ന് ഞാൻ ചോദിക്കത്തില്ല, നീ മണ്ടനാ. ഗബ്രി എന്തായാലും ഔട്ട് ആവത്തില്ല. നിന്റെ പേര് വോട്ട് ചെയ്യാൻ ബിഗ് ബോസ് പോലും കൊടുത്തിട്ടില്ല, അവരും മറന്നുപോയി. ഗ്യാസ് തുറന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ജിൻഡോ ആ ഗ്യാസ് അത്രയും പൊക്കോണ്ടിരിക്കുമ്പോഴും ആ ബിഗ് ബോസ് ഒന്നും വിളിച്ച് പറയുന്ന പോലും ഇല്ല. അപ്പൊ ബിഗ് ബോസിന്റെ ഏതോ ഉൾ മനസ്സിലുണ്ട് നാശങ്ങളെല്ലാം കരിഞ്ഞു പോട്ടെന്ന്, പൊട്ടിത്തെറിച്ച് തീരട്ടെന്ന്. കുറെ എണ്ണങ്ങൾ ഇപ്രാവശ്യം ബിഗ് ബോസിൽ കയറിയിട്ടുണ്ട്. മിക്കവാറും അവിടെ ഉള്ള എല്ലാം കരിക്കും. ലക്ഷങ്ങളുടെ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടേ പോകത്തുള്ളൂ അവിടുന്ന്. ഞാൻ നിങ്ങളോട് ആരോടും സംസാരിക്കാനിട്ടാണോ? നിങ്ങളോട് ഇവരുടെ ഒരു വീഡിയോ പ്ലേ ചെയ്യണമെങ്കിൽ ഞാൻ 100 പ്രാവശ്യം അത് കട്ട് ചെയ്യും. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇങ്ങനെ തൊടണ്ട, ഇനി അവർ ഇങ്ങനെ വന്ന് ഇതുവഴി കയറി ഇവിടെ തൊടും. ഇപ്പോഴും ഞാൻ ആ സർക്കിളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഞാൻ പുറത്തു പറയില്ല, ഞാൻ ഒന്നും റിപ്ലൈ തരാറില്ല. അങ്ങനെയെങ്കിൽ പറയുന്നെങ്കിൽ പറഞ്ഞോട്ടെ, എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ വിചാരിച്ചു ഞാൻ. ആ കൊച്ചു ഇപ്പോഴും ഒരു കട്ടിലും തലയാണ് സ്വപ്നം കണ്ടിരിക്കുക. പാവ, അതിനെ വീട്ടിലങ്ങനെ വിട്ട് ഉറങ്ങാൻ സമ്മതിക്കരുത്. കുളിക്കുന്ന കുളിക്കാത്ത ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഞാൻ കുളിക്കൂല, ഞാൻ ഇതാക്കൂല, ഞാൻ തുമ്മിട്ട് അത് ഇതാക്കൂല എന്ന് പറയുന്ന സമയത്ത് ഒരു ഹൈജീൻ നമ്മൾ ഹൈജീൻ അല്ലാതെ നടക്കുന്നതും കുഴപ്പമില്ല എന്നുള്ള ഒരു മെസ്സേജ് പുറത്തേക്ക് പോകുന്ന മാതിരി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അയ്യോ, എന്റെ പൊന്നടാവെ, ജാസ്മിൻ കുളിക്കത്തില്ലെന്നൊരു മെസ്സേജ് തന്നപ്പോഴത്തേന് കേരള ജനക്കൂട്ടങ്ങളെല്ലാം അത് ഫോളോ ചെയ്ത് ജാസ്മിൻ കുളിക്കുന്നില്ല, ഇനി ഞങ്ങളും കുളിക്കുന്നില്ല എന്ന് ആരും അങ്ങനൊന്നും പറയാൻ പോകുന്നില്ല. നിന്റെയൊക്കെ വായിന്ന് വരുന്ന മെസ്സേജ് ആരും ഇതുവഴി എന്തോ കേൾക്കുന്നത്. എനിക്കറിയാൻ പാടില്ല ബ്രോ. ഇവിടെ എന്റെ തന്തടിച്ചെന്നെ പിടിച്ചിട്ട് ഞാൻ കയ്യും ഈ ബിഗ് ബോസിനകത്തുള്ളവരെല്ലാം ബേസിക്കലി മണ്ടന്മാരാണ്. എന്നാലും അവരെക്കാട്ടി മണ്ടന്മാർ ഇത് കണ്ടിട്ട് വിശ്വസിക്കുന്നവരാ. ബിഗ് ബോസ് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, എനിക്കിവിടെ പോകണം. എനിക്കിത് കാണുമ്പോൾ അങ്ങോട്ട് ചൊറിഞ്ഞു കയറും. എന്തിനായി നിൽക്കാൻ പറ്റത്തില്ല, കെട്ടിയെടുത്ത് ഇങ്ങോട്ട് വരുന്നത് അറിയാം. ഇത് ഇങ്ങനെയൊക്കെ ആണെന്ന് അറിയാം, എന്നാലും എന്തിന്? ഞാൻ ബിസിനസ് ക്ലാസ്സിലെ ഫ്ലൈറ്റ് ചെയ്യുന്ന ഓരോ ആളാണ് 2006 മോഡല്.
ഞാനൊരു തട്ടിമുട്ടി റോഡിലിരിക്കുന്ന ആളല്ല. ഇരിക്കും ബിസിനസ് ക്ലാസ്സിൽ ഇരിക്കും, കാല് നീട്ടി വെക്ക്, ഫസ്റ്റ് ക്ലാസ്സിൽ ഇരിക്കും, കടന്നു പോകും, ഞങ്ങൾക്ക് എന്ത് വേണം? ബിസിനസ് ക്ലാസ് യാത്ര ചെയ്തെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ബിഗ് ബോസിനകത്ത് ഹോമ കുണ്ടൊക്കെ വരച്ച് അങ്ങനെയൊക്കെയാണ്. ഇനി ബിസിനസ് ക്ലാസ്സിലാണെങ്കിലും പൈലറ്റിന്റെ ഇപ്പുറത്തിരുന്ന് പോയാലും ഒരുപോലെ. ഇവളുടെ ഫോൺ നമ്പർ പുറത്തെ കാര്യമാണോ നിന്നെ വിളിക്കാൻ? ഇതെവിടുന്ന ഇവരോടൊക്കെ പറഞ്ഞല്ലോ ഇങ്ങനെ പറയരുതെന്ന്. ഇവരെന്തിനു തെറ്റിച്ചത്? എല്ലാവരും പറ്റിക്കാനായിരുന്നല്ലോ എന്റെ പ്ലാൻ. എന്നെ എന്തിനാ നിങ്ങൾ പറ്റിച്ചത്? അവരുടെ 3 പേരുടെ മനസ്സിൽ ഒരു കാര്യം ഓടിക്കൊണ്ടിരിക്കുന്നു. ഇവരെന്തിനാ സ്ക്രിപ്റ്റ് ഇല്ലാത്ത കാര്യം പറയുന്നത്? നമ്മൾ ഇങ്ങനെയല്ലല്ലോ പ്ലാൻ ചെയ്തു. മനസ്സിലായോ? ആ കോളർ തൂക്കി എടുത്ത് വെളിയിലെക്കാണ്ട് വിടണം. എനിക്ക് മനസ്സിലാകത്തില്ല. കുറെ ആൾക്കാർ വന്നിട്ട് എടി പൊടിയെന്നൊന്നും വിളിക്കരുത്, ഡാന്ന്. നിങ്ങൾക്ക് ഡാന്ന് വിളിക്കാമെങ്കിൽ പിന്നെ പൊടിയെന്ന് വിളിക്കരുത്. സംഭവം ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് മലരെന്ന് വിളിക്കാമെങ്കിൽ അങ്ങോട്ട് മൈന്ന് വിളിക്കാം. എന്റെ ദൈവമേ, തുണി പൊക്കി നോക്കിയോ. വിളിക്കാൻ വരുന്ന തെറിയ ഏമ്പക്കമായിട്ട് അങ്ങ് പോട്ടെ. അപ്പൊ ഈ വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ. ടാറ്റ.